വാർത്തകളിലേക്ക്. ബംഗാളിൽ കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ കലാപം. സുവേന്ദു അധികാരിയെ പുകഴ്ത്തി പാർട്ടി വക്താവ് റിജു ദത്ത രംഗത്തെത്തി. സംഭവത്തിന് പിന്നാലെ ദത്തയെ TMC പുറത്താക്കി. അഴിമതി നിറഞ്ഞ മമതാ സർക്കാരിന് കിട്ടിയ അർഹിക്കുന്ന ജനവിധി എന്ന് മുൻ മന്ത്രി മനോജ് തിവാരി തുറന്നടിച്ചു. S. നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, ബംഗാളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ഉടരുകയാണോ? രോഹിണി, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടകൾ തകർന്നടിയുകയാണ്. തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാർട്ടി വക്താവായിരുന്ന റിജു ദത്ത തന്നെ BJP നേതാവ് സുവേന്ദു അധികാരിയെ പുകഴ്ത്തി രംഗത്തെത്തിയത് TMC നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സുവേന്ദുവിന്റെ PAയുടെ കൊലപാതകത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്വീകരിച്ച പക്വതയുള്ള നിലപാടാണ് സംസ്ഥാനത്തെ ഏതാണ്ട് 5000-ലധികം തൃണമൂൽ പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ ഇടയായതെന്നാണ് റിജു ദത്ത തുറന്നടിച്ചത്. അഭിഷേക് ബാനർജി വെറുമൊരു നെറ്റ്പോക്കറ്റ് മാത്രമാണെന്ന് ആഞ്ഞടിച്ച ദത്തയെ പാർട്ടിയിൽ നിന്നും 6 വർഷത്തേക്കാണ് പുറത്താക്കിയത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ കോടികൾ നൽകണമെന്നും 6 മാസമായി ഐപാക് എന്ന ഏജൻസിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും മത്സരിക്കാൻ തന്നോട് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് റിജു ദത്ത തുറന്നടിച്ചത്. അഴിമതി നിറഞ്ഞ സർക്കാരിന് ലഭിച്ച അർഹമായ ജനവിധിയാണിതെന്ന് മുൻ മന്ത്രി മനോജ് തിവാരി തുറന്നടിച്ചു. തൃണമൂൽ ഭരണത്തിലെ അഴിമതിയിൽ ജനം മനം മടുത്തു എന്ന യാഥാർത്ഥ്യമാണ് ഈ മനോജ് തിവാരിയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത്. അഭിഷേക് ബാനർജിയുടെ പിടിപ്പുകേടിനെതിരെ കൃഷ്ണേന്ദു നാരായണനും TMCയുടെ നേതാവാണ് അദ്ദേഹം. ഒപ്പം തന്നെ TMCയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രത്ന ഘോഷും പരസ്യമായ രംഗത്തെത്തിക്കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യം വെളിപ്പെടുത്തി കൊൽക്കത്ത ഡെപ്യൂട്ടി മേയർ അതിൻ ഘോഷും രംഗത്തുണ്ട്. മമതാ ബാനർജിയെ നേരിട്ട് കാണാൻ പോലും നേതാക്കൾക്ക് അനുമതിയില്ലായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. സാധാരണക്കാരിൽ നിന്നും പാർട്ടി അകന്നു എന്ന BJPയുടെ വാദങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ തൃണമൂൽ നേതാക്കളുടെ തുറന്നു പറച്ചിൽ.